പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ലോകത്ത് ആദ്യമുണ്ടായ മതം എന്നറിയപ്പെടുന്നത് വിക്കകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. അവരാണ് ലോകത്തെ ആദ്യത്തെ മതം. പിന്നീടുണ്ടായിട്ടുള്ള സകല മതങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് വിക്കകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ശമനകളെക്കുറിച്ചാണ്. ശമനകളുടെ ഉത്ഭവ കേന്ദ്രവും വിക്കകൾ മാത്രമാണ്. വിക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കൾട്ടിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിക്കകൾ എന്ന് പറയുന്നവരുടെ പവർ. അതുമായി റിസർച്ചുകൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ നിന്നുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഹീലിംഗ് സിസ്റ്റം ഇപ്പോൾ ഒരു ഷമനിക് ഹീലിംഗ് ആണേലും റേക്കി ആണേലും മാഗ്നിഫൈഡ് ഹീലിംഗ് ആണേലും ഏത് ടൈപ്പ് ഓഫ് ഹീലിംഗ് ആണേലും അതിൻ്റെ എല്ലാം വേരുകൾ ഉറച്ചിരിക്കുന്നത് ഈ വിക്ക എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ഇനി രണ്ടാമത് ഏത് മതമായിരുന്നാലും ആ മതത്തിൻ്റെ ബേസിക്കും ഈ പറയുന്ന വിക്ക ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർ അന്നത്തെ കാലത്ത് ഇതെങ്ങനെയാണ് ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിലൊരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അതായത് ഇവർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അന്നത്തെ ആദ്യത്തെ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവർ കൈക്കൊണ്ടിരുന്ന ആ ടെക്നിക്കലായിട്ടുള്ള സംവിധാനങ്ങളാണ്. അതായത് അവർ രോഗശമനത്തിന്, അതുപോലെ അവരുടെ കാര്യങ്ങൾ നടക്കുവാൻ, അങ്ങനെ തുടങ്ങി കുറച്ചേറെ അന്നത്തെ കാലത്ത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് നേടിയെടുക്കുവാനായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു ലക്ഷ്യം ഭേദിക്കാൻ നമുക്ക് പലതരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പലതാവാം. മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടാവാം, ഇനി റിച്വൽസിലൂടെ ആവാം, എന്ത് തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ അത് ഏത് മതത്തിൻ്റെ പ്രാർത്ഥന കാര്യങ്ങളാവാം, എന്ത് കാര്യങ്ങളും, മന്ത്രജപങ്ങളാവാം. ഇതിൻ്റെ എല്ലാം തുടക്കക്കാർ റിച്വൽസ്, സ്പെൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത് വിക്കകളാണ്. അപ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള പദ്ധതികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പദ്ധതികൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ സ്പെൽസ് ആണ്. മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ പള്ളികളിലൊക്കെ മെഴുകുതിരി ഉപയോഗം വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് മുഴുവൻ വിക്കകളുടെ ടെക്നിക്കുകളിലാണ്. ക്ഷേത്രങ്ങളിൽ ഉള്ള വിളക്കുകൾ കത്തിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന അഷ്ടഗന്ധം, അതുപോലെ തന്നെ ദശാംഗം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പള്ളികളിൽ ഉപയോഗിക്കുന്ന കുന്തിരിക്കം, ഊത് മുസ്ലിംസ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ പാഠങ്ങൾ മുഴുവൻ കൈക്കൊണ്ടിട്ടുള്ളത് വിക്കകളിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പിറകിൽ അത്രയും വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് റിസർച്ചുകളൊക്കെ ഒരുപാട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അമേരിക്ക പോലെ രാജ്യങ്ങളിൽ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ വിക്കകളെ ബേസ് ചെയ്താണ്. അപ്പോൾ ഈ വിക്കകളെ നമ്മൾ സീരിയസ് എടുക്കാനുള്ള കാര്യം, ഞാനൊരു ഷാമൻ ആയതുകൊണ്ട് ആ ഷാമനിൻ്റെ കേന്ദ്രം വിക്ക ആയതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ റേക്കിയിലൊക്കെ നമ്മൾ ക്യാൻഡിൽ സ്പെൽസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻഡിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇതല്ല. ഇപ്പോൾ റേക്കി തന്നെ ഒരുപാട് വിധമുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന റേക്കി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ റേക്കിയാണ് എല്ലാവരുടെയും ഉള്ളത്. അതാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി റെയിൻബോ റേക്കി ഉണ്ട്, കളർ റേക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നിയോ റേക്കി ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ഓഫ് റേക്കികളുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഏകദേശം ഒന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി വരുന്നവരെയാണ് നമ്മൾ സാധാരണ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഒരു സബ്ജക്റ്റ് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ലെവലിൽ വരുന്നവരും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കാം. അപ്പോൾ അവരിൽ ഗ്രാൻഡ് മാസ്റ്റർ കൊടുക്കുന്ന, ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം ട്രഡീഷണലി കുറച്ചേറെ വാല്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ട്രഡീഷണലി പഠിച്ചു വന്ന വിക്കകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ക്യാൻഡിൽ സ്പെൽസ് എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപയോഗമാണ് അതിനുള്ളത്. അപ്പം അതിൽ നിന്നാണ് പള്ളികളിൽ ഈ മെഴുകുതിരി എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനകൾ അതെല്ലാം അതൊക്കെ തന്നെ എന്താണ്, ഇതുമായി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത് അവർ ഫുൾ മൂൺ സ്പെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ, അതുപോലെ തന്നെ ചില സ്പെൽസുകൾ പൗർണമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ കറുത്ത വാവ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സ്പെൽസുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. പൊതുവിൽ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാജിക്കിൻ്റെ രൂപത്തിലാണ് അത് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിലുകൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് റേക്കിയിൽ 2nd ഡിഗ്രിയിലൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഉപയോഗങ്ങൾ അങ്ങനെയാണ്. ഇനി അത് ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. എങ്ങനെയൊക്കെയാണത് റിസൾട്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ പറയും. അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രകാശ ശരീരം അല്ലെങ്കിൽ ഓറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓറിക് ഫീൽഡിൽ ചേഞ്ചസ് വരുത്തുവാനായിട്ട് നമ്മൾ പ്രകാശം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് അവർ ആദ്യം ഇതിൽ ക്യാൻഡിൽ സ്പെൽസ് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ സ്പെൽസ്. അവിടെ ഒരു പ്രത്യേക ലൈറ്റ് എനർജി നമുക്കറിയാം. മൂൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്യുവർ വൈറ്റ് അല്ല വരിക, ഒരു യെലോയിഷ് കളറാണ് വരിക. അപ്പോൾ അത് നമ്മൾ ക്യാൻഡിൽ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ പറഞ്ഞ മൂണിൻ്റെ കളർ, നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന കളർ. അപ്പോൾ അതുകൊണ്ട് അവർ ക്യാൻഡിൽ സ്പെൽസിൻ്റെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ മൂൺ സ്പെൽസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലൈവായിട്ടുള്ള ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ക്രിസ്റ്റൽസുകളുണ്ട്. ആ ലൈവ് ക്രിസ്റ്റലുകളിൽ പല ടൈപ്പ് ഓഫ് എനർജീസ് സ്വീകരിച്ച് വെച്ചിട്ട് അത് ചാർജ് ചെയ്യാൻ, റീചാർജ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ. അത് ക്രിസ്റ്റൽ ഹീലിംഗ് ഡീപ്പായി പഠിക്കുമ്പോൾ നമുക്കതിനകത്ത് വളരെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 സങ്കേതങ്ങൾ, ഇവർക്ക് ആയിരക്കണക്കിന് സങ്കേതങ്ങളുണ്ട്. അതിൽ പുറം ലോകം അറിയുന്ന പ്രധാനപ്പെട്ട 3 സങ്കേതങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ പറയുന്ന ക്യാൻഡിൽ ഹീലിംഗ് എന്ന് പറയുന്നതും പള്ളിയിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നതും തുടങ്ങി എല്ലാം ഉണ്ടായിട്ടുള്ളത് വിക്കുകളുടെ ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റൽ ഹീലിങ്ങിൽ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽസുകൾ ഉപയോഗിച്ച് പല ഷേപ്പിലുള്ള ക്രിസ്റ്റലുകളാക്കിയിട്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റലുകളുണ്ട്, ഡബിൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റലുകളുണ്ട്, ടി ഷേപ്പുള്ള ക്രിസ്റ്റലുകളുണ്ട്. ഇതിനെല്ലാം ഓരോ പ്രയോഗങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആ ക്രിസ്റ്റൽ ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമത്തീസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ, അപ്പോൾ അത് നമുക്കറിയാം വയലറ്റ് കളറാണെന്നുള്ളതാണ്. ആധ്യാത്മികതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ആ വയലറ്റ് കളർ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വയലറ്റ് ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വയലറ്റ് കളറുള്ളത് എന്തൊക്കെയാണോ അത് എല്ലാം കൂടെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് കൂടെ അരോമ മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്, അരോമ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന. അപ്പം അത് നമ്മൾ ലെവൻഡർ ആയിരിക്കും ഉപയോഗിക്കണം. ആ ലെവൻഡറിൻ്റെ കളർ നമുക്ക് ഇതുമായിട്ട് മാച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം ആദ്യം സൃഷ്ടിക്കുകയാണ് വിക്കകൾ പൊതുവിൽ ചെയ്യാറുള്ളത്. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ചെറിയ വേൾഡുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പലതരത്തിലുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടിട്ട്. അത് ചിലപ്പോൾ ചില ക്രിസ്റ്റലുകളാവാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂവ്, നാരങ്ങ, ഇങ്ങനെയുള്ള ചെറിയ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ചേറെ സാധനങ്ങൾ കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വേൾഡ് അവർ നിർമ്മിച്ചെടുക്കും. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുമെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ ശമനികളൊക്കെ ഉപയോഗിക്കുന്ന ആയുസുക്ക എന്ന് പറഞ്ഞ മെഡിസിൻ സൗത്ത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. സൗത്ത് ആഫ്രിക്കക്കാരാണ് അത് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ തലച്ചോറിനകത്ത് പ്രത്യേക രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനും പലതരത്തിലുള്ള മിറക്കിൾസുകൾ ഒക്കെ ചെയ്യാനും അത് ഉപയോഗിക്കുന്നുണ്ട്. ആയുസുക്ക എന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുകയും ചെയ്യും. വിശദമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ലുകൾ നമ്മുടെ തലച്ചോറിനെ പ്രത്യേക രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുകയും ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആ ഒരു വൈബ്രേഷൻ, ഇപ്പം നമുക്കറിയാം തലയിൽ ആൽഫ അല്ലെ ബീറ്റ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില അവസ്ഥകളിലേക്ക്, മെഡിറ്റേഷൻ്റെ അവസ്ഥയിലേക്ക്, സമാധിയുടെ അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ക്യാൻഡിൽസിന് ഇത്രയും പ്രാധാന്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്മെല്ല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുന്തിരിക്കം, ഊത്, അതുപോലെ തന്നെ ചന്ദനം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയറായി പിടികിട്ടിയോ? ഇതിൽ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ പറയുന്ന 7 കളറുകൾ, വിബ്ജിയോർ എന്ന് നമ്മൾ പറയില്ലേ സ്കൂളിലൊക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന വിബ്ജിയോർ എന്ന് പറയുന്ന കളറുകളും കൂടാതെ വൈറ്റ്, ബ്ലാക്ക്, ഇത്തരം ക്യാൻഡിൽസ് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ. നമുക്കിപ്പം ആമസോൺ പോലുള്ള സംവിധാനങ്ങളിൽ നിന്നോ ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്കത് വാങ്ങാൻ കിട്ടും. പല കളേഴ്സുള്ള മെഴുകുതിരികൾ. അതിൽ വണ്ണം കുറഞ്ഞ തിരികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തിരിയുടെ എണ്ണം, വലിപ്പം, ഇതിനൊക്കെ ചില കണക്കുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു വലിയ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു മുറിക്കകത്ത് ഒരു ചെറിയ മെഴുകുതിരി ആയിരിക്കും അതിന് ഇത്. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്കുകളുണ്ട്. ഒരു 10x10 മുറിയിൽ എന്ത് ടൈപ്പ് മെഴുകുതിരി, എന്ത് വണ്ണം, എന്ത് നീളമുള്ള മെഴുകുതിരി വേണമെന്ന് വരെ അവർക്ക് കണക്കുകളുണ്ട്. അപ്പോൾ അത് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകേണ്ടിയ പ്രകാശം മാത്രമാണ് ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് പള്ളികൾ കൂടുതൽ വിശാലമായതുകൊണ്ടാണ് വലിയ തിരികൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ തിരികളിൽ തന്നെ നെയ്യ് ചാർജ് ചെയ്തിട്ട് ആ നെയ്യ് പുരട്ടിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഊത് പ്രത്യേക രീതിയിൽ അതിൻ്റെ തിരികളിൽ ഒഴിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ടോപ്പ് സീക്രട്ട് ആയതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത്, ഇപ്പം നമ്മൾ റെഡ് കളർ ഒരു ക്യാൻഡിൽ കത്തിക്കുന്നു. എന്തിനാണ് റെഡ് കളർ എന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെൽസുകൾ, മന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് അത് കൂടുതൽ ഗുണം നിങ്ങൾക്ക് കിട്ടും. പിടികിട്ടിയോ? ഇപ്പം നമ്മൾ ശാരീരികമായ അവസ്ഥയിൽ നമ്മൾ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്ന സമയങ്ങളിൽ, നമുക്ക് മാനസികമായിട്ടൊരു ശക്തി കുറവ് എന്ന് തോന്നുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ക്യാൻഡിലാണ് റെഡ് ക്യാൻഡിൽ. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ശക്തരല്ല എന്ന് തോന്നുമ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ എടുത്തിട്ട് അതിൽ ഒരല്പം നെയ്യ്
താഴെ നിന്ന് മുകളിലേക്ക്, താഴെ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ ആ കൊളുത്തി വെക്കുന്ന ആ ഭാഗത്തു നിന്ന് നമ്മളെ തിരിയുടെ ഭാഗത്തേക്ക് പുരട്ടിയിട്ട് അത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ചേറെ മാറ്റങ്ങൾ വരുമെന്ന് ശമനുകളും വിക്കകളും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത്, എന്തുകൊണ്ട് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, റെഡ് കളർ എന്ന് പറയുന്നത് മൂലാധാര ചക്രത്തിൻ്റെ ഒരു ഇതാണ്, മൂല ആധാരം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയ ഒരു ചെടിയുടെ ആ വേരുകൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ വേരുകൾ വിടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, സ്ട്രെങ്ത് കുറവൊക്കെ പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ റെഡ് കളർ ക്യാൻഡിൽ നമ്മൾ എവിടെ ഇപ്പോൾ കത്തിച്ച് വയ്ക്കണം? നമ്മൾ ശരിക്കും നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെ ആ റൂട്ടിന് നേരെ വേണം അത് കത്തിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് കത്തിച്ച് വെച്ചുകൊണ്ട് ആ പ്രകാശത്തിലിരുന്നുകൊണ്ട് നമ്മൾ പ്രെയർ ചെയ്യുകയാണെങ്കിൽ അതൊരുപാട് ഗുണമാകും. ഓക്കെ. അപ്പം നമുക്കറിയാം മലദ്വാരത്തിനും മൂത്രനാളിക്കും ഇടയ്ക്കുള്ള വളരെ ചെറിയ പ്രദേശമാണ് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ വിക്കകളൊക്കെ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അവർ ഫുൾ നേക്കഡായിട്ട് ഇരുന്നു കൊണ്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് അവിടേക്ക് ആ പ്രകാശം എത്തുവാൻ, ആ പ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുവാൻ അതിന് മുന്നിൽ അവരൊരു സീക്രട്ട് മിറർ ഉപയോഗിക്കും. ആ മിററിൻ്റെ മുന്നിലാണ് ഈ പ്രകാശമെല്ലാം അവർ കത്തിച്ചു. ഇത് ഓരോന്നും ഓരോ സ്റ്റാൻഡുകളാണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ മൂലാധാര ചക്രം, അത് കഴിഞ്ഞ് വരുന്ന നമുക്ക് ഹാരാചക്ര, പൊക്കിൾക്കൊഴിയാന്നറിയാം, അത് കഴിഞ്ഞ് ഹാരാചക്രയ്ക്കും ഹാർട്ടിനും ഇടയ്ക്കുള്ള സോളാർ പ്ലെക്സ്. അപ്പോൾ ഇത്രയും വലിപ്പങ്ങളിലുള്ള ക്യാൻഡിലുകളുണ്ട്. നമ്മൾ നിലത്തിരുന്ന് ഒരു പായയിലോ പുൽപ്പായയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഹൈറ്റ് അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അത് ഒറ്റ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ കറക്റ്റ് ആ വലിപ്പം, ആ പ്രകാശം വരുന്നതിനനുസരിച്ച് ആ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഒരു 7 അല്ലെങ്കിൽ 9 തിരികൾ കൊളുത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യം ഒറ്റ സ്റ്റാൻഡിൽ നടക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ മൊസാദ് പോലുള്ള സംഘടനകളൊക്കെ ക്യാൻഡിൽസ് ആണ് അവരുടെ ഒരു എംബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം അവർക്ക് അതിൽ വിശ്വാസമുണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന്, ഇസ്രായേലിലൊക്കെ മൊസാദ് എന്ന് പറഞ്ഞ എംബ്ലം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പഴകിയ ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ചേറെ മെഴുകുതിരികൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് മൊസാദിൻ്റെ എംബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ പ്രാർത്ഥനയിൽ, അവരുടെ കാര്യങ്ങളിലുള്ള ഒരു വിശ്വാസമൊക്കെ നമുക്കത് തിരിച്ചറിയാനായിട്ട് അത് ധാരാളമാണ്. അപ്പോൾ റൂട്ട് ചക്ര എന്ന് പറയുന്നത്, മൂലാധാരം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശേഷി തരുന്ന ഒരു സംവിധാനമാണ്. അടുത്തത് ഓറഞ്ച് കളറാണ് അല്ലേ? ഓറഞ്ച് പറയുമ്പോൾ നമ്മുടെ പുക്കിൾക്കുഴിയാണ്. പുക്കിൾക്കുഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ചലഞ്ചിങ് ടൈംസ് വരത്തില്ല. നമുക്ക് ഒരിക്കലും നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്ന ചില സന്ദർഭങ്ങളില്ലേ. ഇപ്പം ആരും നമുക്കൊരു സപ്പോർട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കാൻ ആളില്ല, വേറെ ആരും സഹായിക്കാനില്ലാതെ ഉഴലുമ്പോൾ നിവൃത്തികെടുന്ന ഒരു ഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഓറഞ്ച് ക്യാൻഡിൽസാണ് അവർ ഉപയോഗിക്കുന്നത്. അത് എവിടെ വെക്കണം? പുക്കിൾക്കുഴിയുടെ നേരെ, നമ്മുടെ തൊട്ടടുത്തല്ല വെക്കേണ്ട, ഒരല്പം അകത്തിയിട്ട് സേഫ്റ്റി നോക്കിയിട്ട് വയ്ക്കുക. ആ അകലത്തിലിരുന്നു കൊണ്ട് അതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ആ പ്രകാശം നമ്മുടെ ബോഡിക്ക് ചുറ്റും വരുന്നതായിട്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഏത് ചക്രയുടെ കളർ തിരിയാണോ ഉപയോഗിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യണം. കാരണം ആ കളർ നമ്മുടെ ഓറിക് ഫീൽഡിലേക്ക് വന്നിട്ട് ഓറിക് ഫീൽഡ് ഫുള്ളായിട്ട് ആ കളറായി മാറുന്നതായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹാരചക്രയാണെങ്കിൽ ഹാരചക്രയുടെ ക്യാൻഡിൽ എവിടെ വയ്ക്കുക, അതിൽ നിന്ന് വരുന്ന പ്രകാശം ഈ പറയുന്ന ഓറഞ്ച് കളറാണെന്നും ആ ഓറഞ്ച് കളർ കൊണ്ട് തന്നെ ഓറിക് ഫീൽഡ് ഫുള്ളായിട്ട്, പ്രകാശവലയം ഫുള്ളായിട്ട് ഓറഞ്ച് കളർ ആകുന്നതായിട്ട് കണ്ടിട്ട് നിങ്ങൾ സ്പെൽസിൽ പ്രെയറൊക്കെ അല്ലെങ്കിൽ പ്രെയറൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത യെല്ലോ കളറാണ്. യെല്ലോ നമുക്കറിയാം സോളാർ പ്ലെക്സസിൻ്റെ കളറാണ്. നമ്മുടെ ഉള്ളിലെ സൂര്യൻ ഇരിക്കുന്ന ഭാഗമാണ് സോളാർ പ്ലെക്സസ് ചക്ര. അത് നമുക്കറിയാം ഹാരചക്രയും ഹാർട്ട് ചക്രയായിട്ട് അവനവൻ്റെ വിരലിന് 10 വിരൽ അകലമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ 10 വിരൽ, അപ്പോൾ 5 വിരൽ കഴിഞ്ഞ് പുക്കിൾക്കുഴിയിൽ നിന്ന് 5 വിരൽ കഴിഞ്ഞ് വരുന്ന അടുത്ത പോയിൻ്റാണ്, സെൻട്രൽ ലൈനിൽ വരുന്നൊരു പോയിൻ്റാണ് ഈ പറയുന്ന സോളാർ പ്ലെക്സസ് ചക്ര. കാരണം അവിടെ നമ്മുടെ വയറ്റിൽ നിറച്ച് വെള്ളമാണുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് സൂര്യൻ ഉദിക്കുമ്പോഴാണ് അവിടെ പല കാര്യങ്ങളും മാറ്റമുണ്ടാകുന്നത് എന്ന് ശമനുകളും വിക്കകളും ഒക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ സോളാർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമുക്ക് ചിന്തിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറയുന്നതാണ് മഞ്ഞ കളറിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് നമുക്ക്, അപ്പോൾ യെല്ലോ കളർ ക്യാൻഡിൽസ് ഇതുപോലെ തന്നെ നമ്മുടെ നെയ്യ് ഉപയോഗിച്ച് കത്തിച്ച് പ്രെയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാർട്ട് ചക്രയാണ്. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഗ്രീൻ കളറാണെന്ന് നമുക്കറിയാം. ഗ്രീൻ താര എന്ന് പറയുന്ന ദേവതയൊക്കെ ഉണ്ട്, ടിബറ്റൻ ദേവദാസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രീൻ താര വർക്ക് ചെയ്യുന്നത് ശരിക്കും എവിടെയാണ്? ഹാർട്ട് ചക്രയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഹാർട്ട് ചക്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീനിഷ് കളറാണ്. അതുപോലെ തന്നെ നമുക്ക് ധനപരമായ കാര്യങ്ങൾ, ക്യാഷ് വരാനായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് വരാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, തടസ്സം നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ തന്നെ പച്ച കളർ മെഴുകുതിരിയിൽ നെയ്യ് ഉരുട്ടിക്കൊണ്ട് കത്തിച്ച് ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു സ്പെല്ലായിരിക്കും ഈ പറയുന്ന ഗ്രീനിഷ് കളർ. നമുക്ക് സ്നേഹം, കാരുണ്യം, ദയ ഇതെല്ലാം ഉദിക്കുന്ന എവിടെയാണ്?
ഹൃദയചക്രത്തിലാണ്. അപ്പം ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്യുന്ന പല സ്പെല്ലുകൾക്കും മാന്ത്രിക കർമ്മങ്ങൾക്കുമൊക്കെ ഇത് ശക്തി കൂടുന്നതിന് വളരെ സഹായകമായ ഒരു സംവിധാനമാണ്. അടുത്തത് നമുക്ക് ബ്ലൂ കളറാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി, ത്രോട്ട് ചക്രയുടെ കളറാണ്. കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷന്, അതുപോലെ ക്ഷമ കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ബ്ലൂ കളർ. അപ്പം ശിവൻ്റെയൊക്കെ കണ്ടത്തിൽ കണ്ട നീലകണ്ഠൻ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അവിടെ പാമ്പ് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് തൊണ്ട ഒരുപാട് അനങ്ങിയാൽ പാമ്പ് കടിക്കും, അങ്ങനെ മനസ്സിലാക്കണം. അത് ക്ഷമ ഉണ്ടാകാൻ. അപ്പോൾ എന്തൊക്കെ സീക്രട്ടുകളാണ് ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കാനുള്ള കാരണം. അടുത്തത് നമുക്ക് ബ്ലൂ കഴിഞ്ഞാൽ ഇൻഡിഗോ കളറാണ് അല്ലേ. ഇൻഡിഗോ എന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഒരു കാര്യത്തിൽ എങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ലാത്ത കൂട്ടിയെ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ക്ലാരിറ്റി കിട്ടുക. അതുപോലെ സൈക്കിക് അറ്റാക്കുകളൊക്കെ നമുക്ക് വരുമ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ തേടയുടെ നേരെ ഒരു ഇൻഡിഗോ കളർ, ഇൻഡിഗോ എന്ന് പറഞ്ഞപ്പോൾ ആ കളറ് മെഴുകുതിരി വാങ്ങാൻ കിട്ടും. ആ ഇൻഡിഗോ കളറ് വാങ്ങിയിട്ട് നമ്മുടെ തേടയുടെ നേരെ മുന്നിൽ വെച്ചിട്ട് ബാക്കിലൊരു വലിയ മിററും കൂടെ വെച്ച് ചെയ്യുവാണെങ്കിൽ ആ റിഫ്ലക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ബോഡി ഫുള്ളായിട്ട്, അത് മറന്നുപോലെ ഓറിക് ഫീൽഡിൽ ഈ പറയുന്ന ഇൻഡിഗോ കളർ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഇൻഡിഗോ നമ്മൾ മൂക്കിലൂടെ എടുത്തിട്ട് നമ്മൾ മൂക്കിലൂടെ വിടുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുകയുടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഗുണമായിരിക്കും കിട്ടുക. ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സിദ്ധികളും അതിനകത്ത് കിട്ടും. അടുത്ത നമ്മുടെ ക്രൗൺ ചക്രയാണ് അല്ലേ. തേർഡ് ഐ ചക്ര കഴിഞ്ഞാൽ പിന്നെ ക്രൗണാണ്. ഉച്ചി എന്ന് പറയുമ്പോൾ വയലറ്റ് കളറാണ്. ജോയ്, സന്തോഷം, ആഹ്ലാദം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള നിങ്ങളുടെ ആശയങ്ങളെ മറ്റൊരാളിലേക്ക് പ്രേഷിപ്പിക്കുന്നത് 2 ചക്രങ്ങൾ പ്രധാനമായിട്ട് കൂടിയിട്ടാണ്. ഒന്ന് ക്രൗൺ ചക്ര, ആശയങ്ങൾ ഇരിക്കുന്നത് ക്രൗൺ ചക്രയാണ്. അത് ആ ക്രൗൺ ചക്രയിൽ ഉണ്ടാകുന്ന ആശയങ്ങൾക്ക് പൂർണ്ണരൂപം കൊടുക്കുന്നത് 3-ാം കണ്ണം എന്ന് പറയുന്നത് തേർഡ് ഐ ആണ്. പിടികിട്ടു. ഇവിടെ ആശയങ്ങൾ ഉണ്ടാകുന്നു, അത് തേടയിലേക്ക് മാറ്റപ്പെടുന്നു, അതൊരു സംക്ഷിപ്ത രൂപത്തിലേക്കാക്കുന്നു, അത് തൊണ്ടക്കുഴിയിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് വാക്കുകളായി പുറപ്പെട്ട് വെളിയിലേക്ക് വരുന്നു. അപ്പം നിങ്ങളുടെ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ഏതൊക്കെ ചക്രങ്ങൾ കൂട്ടി യോജിപ്പിച്ചാൽ നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ 3 കളറോടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വയലറ്റ് കളർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സന്തോഷം, സമാധാനം, ആനന്ദം ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാകുന്ന ക്രൗണിനേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ക്രൗൺ ചക്രയിൽ വെക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു ചക്രമുണ്ട്, ബിന്ദു വിസർഗ ചക്രം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചക്രമുണ്ട്. അതിൻ്റെ മേലാണ് നമ്മൾ പറയുന്ന ഉച്ചി എന്ന് പറയുന്നത്. ഉച്ചി പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്ന് ട്രാഗസിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ എടുക്കുക, മൂക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ എടുക്കുക, ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ഉച്ചി. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അവിടെ നമ്മുടെ തലയുടെ മുകളിലായിട്ട് ഒരു ആ സ്റ്റാൻഡിൽ ഇതുപോലെ മെഴുകി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ അവിടേക്ക് ഫോക്കസ്ഡായിട്ട് കണ്ണടച്ചിരുന്നിട്ട് അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്താൽ ആ വയലറ്റ് കളർ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നിറയുന്നതായിട്ട് കരുതിയാൽ നമുക്ക് നല്ല തരത്തിലുള്ള റിസൾട്ട് കിട്ടും. ഇനിയും വേറൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ ഓറയിൽ ആവശ്യമുള്ളത് അത് പിരമിഡ് ഷേപ്പിലുള്ള ഒരു ലാമ്പ്, പെൻഡൻറ്റ് ലാമ്പ് ഇടുക. പെൻഡൻറ്റ് ലാമ്പ് ഇട്ടിട്ട് നമ്മുടെ തലയ്ക്ക് ഒരു 4 ഇഞ്ച് മുതൽ ഒരടി വരെയൊക്കെ ഹൈറ്റിലിടുക. ഒരുപാട് ഹാർഡായിട്ടുള്ള പവറായിട്ടുള്ള എടുക്കല്, ചൂടുള്ള എടുക്കരുത്. ഇപ്പോൾ LED പോലുള്ള ചൂട് കുറഞ്ഞ ചെറിയ ലാമ്പോ അതിൻ്റെ മെഡിയ 0 വാട്ട് ബൾബായാലും മതി. അത് ഇടുമ്പോൾ ചൂടുണ്ടാവില്ല. അത് ഈ പിരമിഡ് ഷേപ്പിൽ ഇട്ടിട്ട് നമുക്കിതിനകത്ത് എന്ത് കളറാണ് ആവശ്യമുള്ളത് ആ കളറുള്ളത് ഇട്ടിട്ട് അതിന് ആ ലൈറ്റിനകത്ത് ബാക്കി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കളർ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് വളരെ ബ്രൈറ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനിയുള്ള കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. വൈറ്റ് കളർ പൊതുവിൽ നമുക്കറിയാം, നമ്മൾ ഈ ജോഹരെ പോലുള്ള കാര്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി പഠിക്കുമ്പോൾ വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്, പ്രകാശം എന്ന് പറയുന്നത്. നല്ല വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 100% വിശ്വസിക്കാം. ഹീലിംഗ് എനർജി കൂടുതൽ നൽകുന്നത് അവിടെയാണ്. ആധ്യാത്മികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബ്ലൂ കളറിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല സമ്പത്ത് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഈ കളർ കൂടാതെ ഉപയോഗിക്കാവുന്ന മറ്റൊരു കളറാണ് ഗോൾഡ് കളർ. കാരണം ഗോൾഡ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ലോഹമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വെള്ളി തണുപ്പിൻ്റെയാണ്, ചന്ദ്രനുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ദേശീയ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സമാധാനപ്രിയരായിട്ടുള്ളവർ റിങ്ങൊക്കെ വെള്ളി ധരിക്കുന്നത് നല്ലതാണ്. സൂര്യനുമായി ബന്ധപ്പെട്ട് ധരിക്കുമ്പോൾ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദേഷ്യത്തിലേക്കൊക്കെ നയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സൂര്യൻ പഴുത്ത് നിൽക്കുന്ന ഒരു ലോഹമാണ്. നിങ്ങൾ നോക്കിയാൽ അത് ഗോൾഡിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്ത് നമ്മൾ ശരിക്കും സൂര്യപ്രകാശത്തിലേക്ക് വെച്ചിട്ട് ഒരല്പം നേരം കഴിഞ്ഞതിലേക്ക് നോക്കിയാൽ അതിങ്ങനെ കത്തി വരുന്ന കാണാം. ഇതിനകത്തു നിന്നുള്ള ആ പ്രകാശത്തിനകത്ത് ഓരോ സെല്ലുകൾ പോലെ ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗോൾഡ് ഒന്ന് എടുത്ത് പിടിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കളർ ഇതാണ്. ഇനി ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പ്രൊട്ടക്ഷനാണ്. കേരളത്തിലൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും വൃത്തികെട്ടൊരു കളറായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഏറ്റവും വലിയ ഷീൽഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഷീൽഡാണ്.
അതുകൊണ്ട് ബ്ലാക്കിന് ഈ പറഞ്ഞ എല്ലാ കളറുകളേക്കാൾ ഉപരിയായിട്ട് അതിന് ശക്തമായൊരു ഭാഗം ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളിവിടെയൊക്കെ കാറൊക്കെ വാങ്ങുന്ന സമയത്ത് അല്ലേ, വൈറ്റ് കാറാണ് ഏറ്റവും പവിത്രമായിട്ട് കരുതുന്നത്. കാരണം അത് മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അവിടെ എന്താണ് ഹീലിംഗ് പർപ്പസാണ് നടത്തുന്നത്. പിടികിട്ടി എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് വളരാൻ പറ്റിയത്. ഇപ്പോൾ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് പൂർണ്ണമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ തന്നെ ബ്ലാക്ക് കളറായിരിക്കും. കാരണം അതിൻ്റെ കാര്യം അതൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ നമ്മളിവിടെയും പലരും അത് മാറ്റിയിട്ട് ബ്ലാക്ക് കാറുകളിലേക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട് കല്യാണത്തിന് പോയാൽ ആരും സമ്മതിക്കില്ല, ഇല്ലേ? ശരിയല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അത് മരണസ്ഥലമായാലും കല്യാണ സ്ഥലമായാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതുകൊണ്ട് ഇനി വണ്ടിയൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, കൂടുതൽ നല്ല ബ്ലാക്ക് കാറുകൾ ഇറങ്ങട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ആളും കൂടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബ്ലാക്ക് നമുക്ക് ഒരുപാട് നല്ല പ്രൊട്ടക്ഷൻസ് തരും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നോക്കിയേ, ഇപ്പോൾ ഒരു മൊബൈലാണെങ്കിൽ കൊള്ളാം, ഒരു വണ്ടിയാണെങ്കിൽ കൊള്ളാം, ഇനി അതിൻ്റെ വീടുകളാണെങ്കിൽ കൊള്ളാം, അതിനെ എന്ത് കളറിനെ നന്നായിട്ട് വേർതിരിച്ച് കാണിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രഭാവം കൂടുതൽ കാണിക്കുന്നത് ഈ പറഞ്ഞ ബ്ലാക്കിലാണ്. അപ്പോൾ ഇതാണ് കളറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതിലും ഇപ്പോൾ ഇനി നമുക്ക് വേറെ തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഭാരതത്തിൻ്റെ ദേശീയ പതാക തന്നെ നമുക്കറിയാം, ത്രിവർണ്ണ പതാക തന്നെ ഏതൊക്കെ കളറുകൾ ചേർന്നാണ്. അപ്പോൾ പച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഗ്രീനിഷ് കളറാണ്. അത് നമ്മുടെ ഹൃദയചക്രത്തിൻ്റെ കളറാണ്. വൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള. പിന്നുള്ളത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്, എത്ര വലിയ ചലഞ്ചിങ് ടൈമിൽ പോലും നമുക്ക് അതിന് റിക്കവർ ചെയ്യാൻ പറ്റും, കുങ്കുമവർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പവർഫുള്ളായൊരു സംവിധാനമാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദേശീയപതാകയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ശമനകളുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ദേശീയപതാകയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് ഭയങ്കരമായ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കളറുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ക്യാൻഡിൽ സ്പെൽസോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. തീർച്ചയായും ഈ വീഡിയോ, ഇങ്ങനൊരു വീഡിയോ മലയാളത്തിൽ ആദ്യമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.